ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ അൻസിബെ ഋഷിയെ നിർത്തിയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ ഈ വീട്ടിൽ നിന്നും ഇന്ന് പുറത്തു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഋഷിയുടെ ആണെങ്കിലും അൻസിബയുടെ ആണെങ്കിലും കണ്ണ് നിറയുന്നുണ്ട്. എന്നുവെച്ചാൽ രണ്ടുപേരും അതുപോലെ അവിടെ കൂട്ടുകൂടി ഒരു കട്ടിലാണെന്ന് എല്ലാവരും കളിയാക്കുമെങ്കിലും അവർ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു അനിയൻ ചേച്ചി ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അത് നമ്മൾ എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധം അവിടെ ഇന്നുകൊണ്ട് തീരുമെന്നല്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് ആ ഹൗസിൽ നിന്ന് ഇതിൽ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കെട്ടിപ്പിടിച്ച് കരയുന്ന ഋഷി നല്ലപോലെ കരയുന്നതാണ്. ഋഷിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ കണ്ട ഒരുപാട് കോംബോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വെറൈറ്റി ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ബന്ധം, ആ ഒരു ബന്ധം വെച്ച് എൻ്റെ ഒരു അനിയനാണ് എന്നാണ് അൻസിബ അവിടെ പറയുന്നത്. എന്നുവെച്ചാലും ഇതൊരു എവിക്ഷൻ ആണ്, എല്ലാവരും പുറത്തു പോയേ പറ്റത്തുള്ളൂ, അല്ലാതെ ലാസ്റ്റ് ഒരാളല്ലേ ജയിക്കൂ. അപ്പോൾ എന്തായാലും ടോപ്പ് 5 എത്തേണ്ട ഒരു മത്സരാർത്ഥി തന്നെ ആയിരുന്നു അൻസിബ. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ പവർ റൂമിലേക്ക് കയറിയ സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളും, പിന്നെ ജിൻഡോയ്ക്കെതിരെ ജിൻഡോയുടെ കൂടെ നിൽക്കുകയും അതിനുശേഷം ജിൻഡോയ്ക്കെതിരെ കുറേ വാക്കുകൾ പറയുകയും, ജിൻഡോ ഒരു നല്ല കളിക്കാരനല്ല, അല്ലെങ്കിൽ ജിൻഡോ എന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ ജിൻഡോയുടെ ഫാൻസിൻ്റെ കുറേ വോട്ടുകൾ അതിന് മുമ്പ് അൻസിബയ്ക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ 2 വീക്കായിട്ട് അൻസിബയ്ക്ക് അത്രയും വോട്ടുകൾ വരുന്നില്ല. ജിൻഡോ ഫാൻസ് ഇപ്പോൾ ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അൻസിബയ്ക്കായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ ഫാൻ ബേസിലുള്ള വോട്ടിലാണ് അൻസിബ പിടിച്ചു നിന്നത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും. പക്ഷേ എന്തോ ഈ ആഴ്ച പുറത്തു പോകേണ്ടി വന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിലാട്ടെ ഇനിയിപ്പം കളി മുറുകയാണ്. മുന്നോട്ട് പോകുന്തോറും ആരുമൊക്കെ പുറത്താകുമെന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വോട്ടിംഗ് രീതി അനുസരിച്ച് 1-2 പേരെ മാത്രം നമുക്ക് പറയാൻ പറ്റും അവിടെ ഉണ്ടാകും, ടോപ്പ് 5 ഉണ്ടാകുമെന്ന്. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല ആര് ജയിക്കും എന്നൊന്നും നമുക്ക്, അല്ലെങ്കിൽ ആര് പുറത്തു പോകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ, നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിന് തന്നെ കൊടുക്കുക, മാറ്റി കൊടുക്കാതിരിക്കുക. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ തന്നെയാണ്. എന്താ പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ അപ്സരയുടെ എവിക്ഷൻ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അൻസിബയുടെ എവിക്ഷൻ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും എന്നാൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പലരും പുറത്താകും. അപ്പം കളിക്കുന്നവർ പുറത്താകാതിരിക്കട്ടെ, ഡിസർവ് ചെയ്യുന്ന ഒരു ടോപ്പ് 5 വരട്ടെ. അപ്പോൾ നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിന് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യണേ. വോട്ടില്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇപ്പം എന്തൊക്കെ ആരെയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പലരും വെളിയിൽ പറയുന്നുണ്ടല്ലോ, ആരെയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ, എത്ര ഔട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഔട്ട് ഇപ്പോൾ ഒരാളെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കണ്ടന്റുകൾ വെളിയിൽ വരുന്നില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വോട്ടിംഗ് ആണ്. ഈ വോട്ടിങ്ങിൽ ആർക്കും കൈകടത്താൻ കഴിയില്ല, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുക കൃത്യമായി നിങ്ങളുടെ കണ്ടസ്റ്റന്റിന്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.